ഹായ് ഫ്രണ്ട്സ്, സീസസ് ടെക്കിൻ്റെ പേര് വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മളുടെ ഒരു ഓൺ സോഫ്റ്റ്വെയർ ആയ ഒരു IP സ്കാനർ പ്രോയെ കുറിച്ചാണ്. നമുക്കിതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് ഓരോരോ ഫീച്ചറായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യമായി നമുക്കിതിൻ്റെ ഒരു സ്മാർട്ട് സ്കാൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. നമുക്കിതിനകത്ത് ഓപ്പൺ ആയിട്ടുള്ള പോഡ്സും അങ്ങനെ സർവീസസും കാര്യങ്ങളെല്ലാം നമുക്കിതിനകത്ത് അറിയാൻ പറ്റും ഈ ഒരു സ്കാനിങ്ങിലൂടെ. നമ്മുടെ സ്കാനിങ് സ്റ്റാർട്ടായിട്ടുണ്ട്. നമുക്ക് സ്റ്റാറ്റസ് ബാർ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും എന്താണ് അതിൻ്റെ പ്രോസസ്സ് അതിനകത്ത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഏത് പോർട്ടാണെന്നും ഏത് ടൈപ്പാണെന്നും അതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നും സർവീസസ് എന്താണെന്നുള്ളതും നമുക്ക് സ്മാർട്ട് സ്കാനിലൂടെ അറിയാൻ പറ്റും. ഇത് നമ്മളുടെ ഒരു ഓൺ ക്രിയേഷനായ ടൂളാണ്. നമ്മളുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ആർക്കും നേരി ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള പോർട്സും അതിൻ്റെ സർവീസസ് എന്തൊക്കെയാണെന്നുള്ളതും എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാറ്റസ് ബാർ നോക്കിക്കഴിഞ്ഞാൽ 100% ആയിട്ട് കാണിക്കും. അതുപോലെ നമുക്ക് ഇതിനകത്ത് നമ്മളൊരു IP പോൾ, നമ്മൾ ഒരു DHCP പോളിനകത്ത് എത്ര IPs ലൈവാണ്, എത്ര IP ഫ്രീ ഉണ്ട്, ഇതെല്ലാം നമുക്കൊരു സിംഗിൾ ക്ലിക്കിൽ അറിയാൻ പറ്റും. അതുപോലെ തന്നെ അതിനകത്ത് ഓപ്പൺ ആയിട്ടുള്ള പോഡ്സ്, അതിൻ്റെ MAC അഡ്രസ്സ് എല്ലാം നമുക്ക് ഒരു സിംഗിൾ ക്ലിക്കിൽ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് കണ്ടെത്താൻ പറ്റും. നമ്മുടെ സ്കാനിങ് സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മൾ സ്കാനിങ് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ IP അഡ്രസ്സും MAC അഡ്രസ്സും ഇങ്ങനെ വരുന്നത് കാണാൻ പറ്റും. നമ്മൾ പ്രോസസ് ബാറിനകത്ത് നോക്കിയാൽ കാണാൻ പറ്റും എത്ര % നമ്മൾ സ്കാൻ ചെയ്തെന്നും എത്ര IPs സ്കാൻ ചെയ്തിട്ടുണ്ടെന്നുള്ളതിൻ്റെ ഒരു സ്റ്റാറ്റസ് നമുക്ക് അതിൻ്റെ മുകളിൽ ബാറിൽ റൈറ്റ് സൈഡിൽ നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ സ്റ്റോപ്പ് ചെയ്യണമെന്ന്. നമുക്ക് അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് അവിടെ താഴത്ത് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ ഫൈനൽ റിസൾട്ട് വന്നിട്ടുണ്ട് അതിനകത്ത്. ഓക്കെ, ഇനി നമുക്കിതിനെ വേണമെങ്കിൽ നമുക്ക് എക്സലിലേക്ക് എക്സ്പോർട്ട് ചെയ്യാം. TXT ഫയലായിട്ടും വേണമെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാം. ഞാനിപ്പോൾ എക്സലിലേക്ക് ഒന്ന് എക്സ്പോർട്ട് ചെയ്യാണ്. ഇപ്പോൾ നമ്മുടെ ഫയൽ എക്സ്പോർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കിതിനകത്ത് വേറെയും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിനകത്ത് വൾനറബിലിറ്റി സ്കാനിങ്, അതുപോലെ സ്മാർട്ട് സ്കാനിങ്, അങ്ങനെ സോ മെനി ഫീച്ചേഴ്സ് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ലിസ്റ്റ് ഡൗൺ ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ മോർ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത്. ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് പല രീതിയിലുള്ള സ്കാനിങ് എല്ലാം ചെയ്യാനും, അതുപോലെ വൾനറബിലിറ്റി സ്കാനിങ് ഉണ്ട്. നമ്മളുടെ സൈറ്റോ ഹോസ്റ്റിനോ എന്തെങ്കിലും വൾനറബിലിറ്റി ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ നമുക്ക് പോർട്ട് ഓപ്പൺ ആണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഗൂഗിളിൻ്റെ DNSനകത്ത് നമ്മൾ ഏത് പോർട്ടാണ് ഓപ്പൺ ആയിരിക്കുന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാണ്. ഓക്കെ, ഇതുപോലെ നമുക്ക് അപ്പോൾ ഇവിടെ പോർട്ട് ഓപ്പൺ ആണെങ്കിൽ ഓപ്പൺ ആയിട്ട് കാണിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വൾനറബിലിറ്റി സ്കാനിങ് അതുപോലെ ഒരുപാട് സ്കാനിങ് ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സോഫ്റ്റ്വെയർ യൂസ്ഫുൾ ആവുന്നത് നമ്മളുടെ നെറ്റ്വർക്ക് എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണൽസ് ഇങ്ങനെയുള്ളവർക്കൊക്കെ ഇത്, അല്ലെങ്കിൽ ഇതിൽ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഇത് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്കിതിനകത്ത് ഒരുപാട് തീംസ് 2 തീംസാണ് വരുന്നത്, ലൈറ്റും ഡാർക്കും. അത് നിങ്ങളുടെ ഇൻസ്റ്റാൻസ് ആണ്, നമുക്കത് സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ,
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യാനായിട്ട് cstech.in എന്ന സൈറ്റ് സന്ദർശിക്കുക. അതിനകത്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.